ഈ ഇന്റർവ്യൂ പോലും നീ ലേറ്റ് ആയിട്ടല്ല വന്നത്. ഞാൻ വന്നിട്ടില്ല, നീ വന്ന്. ഞാൻ പക്ഷേ ഇന്റർവ്യൂ ഇരുന്ന് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാ നീ ഞാൻ മൂത്രം ഒഴിക്കില്ല. അല്ല, അരമണിക്കൂർ നേരത്തെ എന്തെടുക്കായിരുന്നു? ഞാൻ അവിടെ വേറെ കുറച്ച് പറയാൻ പറ്റാത്ത കാര്യം. പ്രോപ്പർട്ടി ഡീൽസ്. എടാ കരച്ചില് കണ്ടോ? നീ ഒന്ന് വിളിച്ചെണ്ണേപ്പിക്കടാ. മരിച്ച ആളെങ്ങനെ വിളിച്ചെണ്ണിക്കും? എടാ മരിച്ച ആളെയല്ല, അവൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ടോ? അവനെ ഒന്ന് വിളിച്ചെണ്ണേപ്പിക്കടാ. അങ്ങനെ ഓ പ്രണാമം. കിട്ടുവോ? എന്ത് വീടിന്റെ പ്രമാണം? ഓ എന്റെ ദൈവമേ. മണ്ടാ, വെറുതെ അല്ല നിന്നെ അപ്പുക്കുട്ടാന്ന് വിളിക്കുന്നത്. വെറുതെ അല്ല, അപ്പൊക്കിട്ട് സീക്കെന്നാ വിളിക്കുന്നത്. ജാസ്മിൻ, ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, എന്ത് വേണം ചോദിക്കാം. ചിരിച്ചോണ്ടേ മറുപടി പറയാവുള്ളൂ. ചിരിക്കാൻ അറിയാവോ? ചിരിച്ചോണ്ടാണല്ലോ നിക്കുന്നത്. എന്നിട്ടിവിടെ ചിരി കാണലില്ലല്ലോ. അത് നീ നന്നായിട്ട് നോക്കായിട്ടാണ്. അങ്ങനല്ല, ഇങ്ങനെ ചിരിച്ചോണ്ട് സംസാരിക്കും. ബാക്കി എല്ലായിടത്തും ചിരിച്ച് സംസാരിക്കുന്നതാണല്ലോ. എന്റെ മുഖം കാണുമ്പോ മാത്രം നോറയുടെ മുഖം തിരിച്ചു പോകുന്നത്. അതിന്റെ കാരണം ഞാൻ പറയണ്ടല്ലോ, എനിക്കെന്നെ അറിയാലോ. അറിയൂലെങ്കിൽ അതിന്റെ പ്രശ്നമല്ലല്ലോ. അതാണ് കട, ഓടിപ്പോ വാങ്ങിച്ചിട്ടോ. അല്ല, നിനക്ക് പോയി മേടിച്ചാലോ? എടാ എന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ കടയാ, അങ്ങേരനെ കണ്ടാ പിന്നെ പറയണ്ട. എടാ മണ്ട, യൂസ് യുവർ ബ്രെയിൻ. അങ്ങനെ ആ ഒന്ന് കിട്ടാ. പിന്നെ ഉണ്ട് സുഖം. പിന്നെ ഒരു മാസ്ക് ചേട്ടാ, ഒരു കോണ്ട നല്ല ഫ്ലേവറെ. ചേട്ടാ, ഒരു കോണ്ട നല്ല ഫ്ലേവറെ. സത്യം പറയാലോ? സത്യം പറഞ്ഞാൽ മതി. എനിക്ക് ഭീമൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവളുമാരോട് പറയാറുണ്ടെന്നേ, ഭീമേട്ടനെ പോലെ ഒരാങ്ങളുണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ബലമാണ്, അല്ലേ? ഈ പെരുന്നാളിനൊക്കെ ഉത്സവങ്ങൾക്കൊക്കെ ഈ പഴയ ട്യൂബിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് സ്വിച്ചിട്ട് കഴിയുമ്പോൾ കുറെ നേരം കഴിഞ്ഞിട്ട് തെല്ലുള്ളൂ, കുറെ നേരം ഇത് മിന്നിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു മിന്നൽ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം പോയി നമ്മൾ സ്വിച്ച് ഇടുന്നു, ഇങ്ങനെയാണ് ഇത് കെടുന്നതും തെളിയുന്നതും. പഴയ കാലത്തെ ട്യൂബ് ആട്ടോ. എന്താ അമ്മ ദേഷ്യപ്പെട്ടിരിക്കുന്നത്? നിന്റെ റിസൾട്ട് വന്ന കാര്യം എന്താ പറയാഞ്ഞേ? നിനക്ക് എത്ര മാർക്ക് ഉണ്ടാ? അത് പിന്നെ ഞാൻ മറന്നുപോയി. എനിക്ക് 82% ഉണ്ട്. എത്ര മാർക്കാടാ? 82. അപ്പുറത്തെ സുമേഷിന്റെ മോനുണ്ടല്ലോടാ 83%. അപ്പുറത്തെ കഷ്ടത അനുഭവിച്ച് അവനിരുന്ന് പഠിക്കാതെ എന്താ ഇവിടെ സുഖം അനുഭവിച്ചോണ്ടിരുന്ന നിനക്കിന്ന് പഠിച്ചാ? നീ വെറും മരപ്പാഴായി പോലുള്ള പാഴേ. അവനേക്കാളും കൂടുതൽ മാർക്കുണ്ടെന്ന് പറഞ്ഞാൽ മതി. ടീച്ചറുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് പറയൂ. ആരില്ലാത്ത സമയത്ത് ടീച്ചറുടെ വീട്ടിലേക്ക് ഞാൻ വന്ന് ചോദിക്കുന്നോടൊന്നും തോന്നരുത്. ടീച്ചറുടെ റേറ്റ് എത്രയാ? ഓക്കെ, എന്നാൽ അങ്ങനെ ആവട്ടെ. അയ്യോ ടീച്ചറെ, എന്റെ കയ്യിൽ ടീച്ചറുടെ ലീക്ക് ടെലിഗ്രാമിലേക്ക് ചെയ്തു. ടീച്ചറുടെ ലീക്കായപ്പോ എന്റെ മഷിയായി പറഞ്ഞതായിരുന്നു. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 350. അതീ കൂടുതൽ പറ്റത്തില്ല. കൊറേ കിട്ടുന്നുണ്ടല്ലോ, അഡ്ജസ്റ്റ് ചെയ്തൂടെ? എന്നാ ഞാൻ കുഞ്ഞുകൂടി ഒന്ന് തരാടാ. അയ്യോ സാറിന് വിരോധം ഇല്ലെങ്കിൽ. I know Hindi, only English. I know only English. Very well. Well. May I will send that document immediately. Okay. Thanks. ആരാടാ വിളിച്ചേ? ഒരു ലോൺ ആപ്പുകാരാ. നല്ലതാ. ഹലോ. ടുഡേ I will send today. ഇതെന്താടാ വീണ്ടും ചോദിച്ചോണ്ടിരിക്കുന്നത്? ഇത് വേറെ ആപ്പുകാരാ. സംഭവം വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ടാ പിന്നെ സെക്കൻഡ് ആയില്ലേ? അല്ലേ? അതെ, പക്ഷെ സെക്കൻഡ് ഗിയർ ചെറിയൊരു പമ്മലുണ്ട്. അതാദ്യം തേർഡ് ഇട്ട് എടുത്താൽ പോരെ. അല്ലേട്ടാ, ഈ സീറ്റ് കവർ കീറിയിരിക്കണല്ലോ. നമ്മൾ ചന്തി കൊണ്ടായിരിക്കില്ല ഇരിക്കുന്നത്. അപ്പൊ അതങ്ങ് പറഞ്ഞോളൂ. പിന്നെ നിന്റെ കുണ്ടി കണ്ട് എനിക്കൊരു സംശയം. ഓ, അതൊക്കെ അങ്ങ് പറഞ്ഞോളൂ. നീ എന്റെ കുണ്ടി നോക്കാതെ വണ്ടി നോക്കണത്തില്ല. വണ്ടി ലാസ്റ്റ് എത്രയും കൊടുക്കും? നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? 50. പുള്ളി 1,40,000 ഇട്ടേക്കുന്നത്. വില നമ്മൾ കയറ്റി പിടിച്ചാലും ചവിട്ടാൻ പറ്റൂ. നമ്മളല്ലേ വണ്ടി വാങ്ങുന്നത്?
50 ഇപ്പൊ തന്നെ ഉണ്ട് നോക്കൂ, ഒരു കുഴപ്പമില്ല. ആ അല്ല, മേഡത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വരുന്നവര് കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല. പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ മത്സരത്തിന് പോകാനല്ലാണ്ട് അടക്ക പറിക്കാൻ പോകാനാണോ പഠിക്കാൻ വരുന്നത്? പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ തോക്ക് കൊടുക്കാം, പക്ഷെ വെടിവെക്കാൻ പറ്റില്ല. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരന്നാണ്. അതുകൊള്ളാലോ, കറുത്ത കുട്ടി എങ്ങനെ ഉണ്ടായാലും ഇത് എന്റെ മോനല്ല എന്ന് പറയുന്ന ഐറ്റമാണ് ഇവർ. ഇവർക്കൊക്കെ കറുത്ത കുട്ടി ഉണ്ടായാല് അപ്പൊ തന്നെ ഏഷ്യൻ പെയിന്റിൽ കൊണ്ട് മുക്കും. പുറത്തുണ്ടെങ്കിൽ കണ്ടില്ലേടോ, ചെളിയും ചവിട്ടി കയറ്റിക്കോളൂ. അയ്യോ സോറിയടാ, വൃത്തിയടായല്ലേ. ആയി, ഞാൻ വൃത്തിയാക്കി തരാം. ഓ ഇത്രയും വൃത്തി മതിയാ? ഞാൻ അങ്ങനെ വെള്ളമൊന്നും അടിക്കാറില്ല. നീ കോളേജിൽ വെച്ച് ബീർ അടിക്കുമായിരുന്നല്ലോ. അത് പണ്ടല്ലേ, ബിയർ അടിച്ച വയറാട് നേട്ടിട്ട് അങ്ങനെ നിർത്തിയായിരുന്നേ. ആര് പറഞ്ഞു അങ്ങനെ? നമ്മുടെ ഷാപ്പിലെ ചേട്ടൻ. ആ കൊടവയറിന ആ പുള്ളി. അപ്പൊ അടിക്കും. ഏട്ടക്ക് എന്താണ് ഈ ഗെയിം എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. എന്റർടൈൻമെന്റ്, എഡ്യൂക്കേറ്റ്. എന്നിട്ട് അതൊക്കെയാണോ രതീഷ്? നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭയങ്കര തിരിച്ചറിവ്. തിരിക്കാനല്ല പറഞ്ഞേ, നിങ്ങൾ അത്ര ഇമോഷണൽ ആകാനുള്ള കാര്യം എന്തായാലും വീട് കത്തിപ്പോവോ? സർ, അത് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യുന്നത്. പ്രഷർ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കണം, ഞങ്ങളെ ശല്യപ്പെടുത്താൻ പറയുന്നത്. ഹണിമൂണൊക്കെ ഞങ്ങള് കുളു മണാലിയിൽ പോയി ആഘോഷിച്ചു. കുളു മണാലി, ഈ കുളു മണാലി നല്ല ബെസ്റ്റ് സ്ഥലം. കഴിഞ്ഞിട്ടാ നിങ്ങൾ ഈ കുളു മണാലി കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ കുളു മണാലി നല്ല ബെസ്റ്റ് സ്ഥലം. എടാ ഈ കുളു മണാലിലൊക്കെ സ്ഥലത്തിന് ബന്ധറിയില്ല. എന്റെ ഷൈജോട്ട, അതിന് ഞങ്ങള് കുളു മണാലിയിലെ സ്ഥലക്കച്ചവടത്തിന് പോയതല്ല. ഇത് വലിയൊരു മെഗാ ഗീവയാണ്. ഇതൊരു വലിയ ഗീവയാണ്. ഇതിന് നിങ്ങൾ വാഴക്കൊലയാണ് പറയുന്നത്. ഇത് നിങ്ങൾ 2 ക്ലിക്ക് ചെയ്താൽ മതി. ഈ പേജ് ഫോളോ ചെയ്യുക. വാഴക്കൊല ഇല്ലാത്ത 3 ഫ്രണ്ട്സിന്റെ പേര് കമന്റിൽ മെൻഷൻ ചെയ്യുക. ഹെഡ് മാസ്റ്റർ ഏത് സമയം ഇതിലെ കൂടെ പോകും? ഓക്കെ, ഇനി ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എല്ലാവരുടെയും. എടാ എന്താടാ അത്? തുണ്ട് വേണം, തുണ്ട് ചെയ്യുന്നത് ഒരു ടീച്ചറിന്റെ മുഖം കാണിക്കുന്ന പരിപാടിയാണോ മാഡം? ഞാൻ തുണ്ട് വെക്കില്ല മാഡം. അമ്മയുടെ വഴിയാണ് ഞാൻ പിന്തുടരുന്നത്. നിന്റെ അമ്മയുടെ ഈ തുണ്ട് പിന്നെ എങ്ങനെയാടോ തന്റെ പേപ്പറിന്റെ ഇടയിൽ വന്നത്? മേളിൽ നിന്ന് പൊട്ടി വീണോ? എന്റെ അച്ഛരിക്കുന്ന അവിടെ. കുഴപ്പമില്ല, എനിക്ക് സമ്മതം. നീ വേറെ കെട്ടിക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട്, കണക്ക് ചോദിക്കുമെന്ന് വിചാരിക്കരുത്. നീ ചോദിച്ചോടാ, കാരണം ഞാൻ ഇനി മുതൽ നിന്റെ ഒരു ഫ്രണ്ടുമായിരിക്കും, നല്ലൊരു വഴികാട്ടിയുമായിരിക്കും. അങ്ങനാണെങ്കിൽ ഞാൻ നിനക്ക് മേടിച്ചത് ക്ലിപ്പ്, നെയിൽ പോളിഷ്, മറ്റ് സാധനങ്ങൾ, പിന്നെ 939 ഉമ്മ. നീ തിരിച്ചു തന്നേക്ക്. അല്ല ഒരു കാര്യം ചെയ്യും, ഉമ്മ ഇപ്പൊ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കല്യാണം കഴിച്ചിട്ട് പതിയെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നാലും മതി. തൽക്കാലം ഇത്രയും മതി.